നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇതെന്താ ആരൊന്നും മിണ്ടാത്തെ? മനുഷ്യനെ വെറുതെ ആദ്യം പിടിപ്പിക്കാതെ കാര്യം പറയും. മുത്തശ്ശി, എന്താ കാര്യം? മുത്തശ്ശി, മുത്തശ്ശിയോ? ആരുടെ മുത്തശ്ശിയാ? വിളിച്ചു പോകരുത് എന്നെ മേലിൽ അങ്ങനെ. എന്താ അമ്മ ചേച്ചി ഇതൊക്കെ? ചേച്ചിയെങ്കിലൊന്ന് പറ. ചേച്ചി, ഇന്ന് മുതലടാ നീ ഞങ്ങളോട് കള്ളം പറഞ്ഞു തുടങ്ങിയേ. കള്ളോ? ഞാൻ എന്ത് കള്ളവാ പറഞ്ഞേ? നീ ഒന്നും പറഞ്ഞില്ല. കൊല്ലത്ത് പോവാന്ന് പറഞ്ഞിട്ട് നീ എവിടെയാടാ പോയത്? നീ എന്താ വിചാരിച്ചേ? ഞാനൊന്നും അറിയില്ലെന്നോ? കഴിഞ്ഞടാ, തീർന്നു. ചെമ്പകശ്ശേരിയിലെ ജയശങ്കരി അമ്മയുടെ സർവ്വാഹങ്കാരവും ഇന്നത്തോടെ അവസാനിച്ചു. ലോകത്ത് ആരോട് നീ കള്ളം പറഞ്ഞാലും എന്നോട് പറയില്ലെന്ന് ദേ ഇവരോടൊക്കെ വാദിച്ച് ഞാൻ തോറ്റുപോയി. നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. സന്തോഷായടാ, എനിക്ക് സന്തോഷായി. മുത്തശ്ശി എന്തറിഞ്ഞിട്ടാ ഈ പറയുന്നേ? അറിഞ്ഞതൊക്കെ തന്നെ ധാരാളം. ഇനി എനിക്കൊന്നും കേൾക്കണ്ട. കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇനി നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. മുത്തശ്ശി, ആദി, സാരമില്ല. മുത്തശ്ശി സങ്കടം കൊണ്ട് പറയുന്നേ. ആ, നീ കാര്യമാക്കണ്ട. പക്ഷേ എനിക്കറിയണം. എടാ, നീ എന്തിനാ കള്ളം പറഞ്ഞ? നീ എന്തിനാ കോട്ടയത്ത് പോയത്? അളിയ പറയാതെ. ഞാൻ സെബാനെ കാണാൻ പോയതാ. സെബാനോ? സെബാൻ ആ മരിച്ചുപോയ കുട്ടിയല്ലേ? അതെ, അവൻ ഇന്നലെ എന്റെ സ്വപ്നത്തിൽ വന്നിരുന്നു. അവന്റെ കല്ലറയിൽ പ്രാർത്ഥിക്കാനാണ് ഞാൻ പോയത്. മുത്തശ്ശി, എന്റെ മോനെ. മുത്തശ്ശി, എന്താ ഇത്? എന്റെ പൊന്നു മോനെ ആദ്യക്കുട്ട, നീ മുത്തശ്ശിയോട് ക്ഷമിക്ക്. മുത്തശ്ശി അറിയാതെ. സാരമില്ല മുത്തശ്ശി, സാരമില്ല. എന്റെ മുത്തശ്ശിയല്ലേ, കരയല്ലേ. മോഞ്ചല്ലേ, പോയി കുളിച്ചിട്ട് വാ. അപ്പോഴേക്കും മുത്തശ്ശി എന്തെങ്കിലും കഴിക്കാൻ എടുക്കാം. വേണ്ട മുത്തശ്ശി, എനിക്ക് വിശപ്പില്ല. ഞാൻ നിന്നെ തല്ലിയത് കൊണ്ടാണോ? ഏയ്, അത് മുത്തശ്ശിയുടെ അവകാശമല്ലേ. എന്റെ മോനെ. കരയില്ല മുത്തശ്ശി, കരയാതെ. എന്താ മുത്തശ്ശി ഇത്? മുത്തശ്ശി ഇവിടെ കൂട്ടക്കരച്ചിലുണ്ടാക്കുമല്ലോ. അവൻ കഴിക്കുന്നില്ലെങ്കിൽ വേണ്ട, നേരത്തെ പോയി കിടന്നോട്ടെ. യാത്രാക്ഷീണം ഉണ്ടാവും. നീ ചെന്ന് കൈയും കാലും മുഖം കഴിക്കിട്ട് കിടന്നുറങ്ങ്. ഇന്നിനി കുളിക്കാൻ നിൽക്കണ്ട കേട്ടോ. രാത്രി വെള്ളം ഇറങ്ങി ജലദോഷം പിടിക്കും. ചെല്ലേ മോനെ. എന്താ മുത്തശ്ശി? നൊന്തായിരുന്നോ മോനെ? ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. ചെല്ലേ, പോയി കിടന്നുറങ്ങിക്കോ. പാവം എന്റെ കുട്ടി, നൊന്നിട്ടുണ്ടാവും. എന്നാലും എന്നെ സങ്കടപ്പെടുത്താതിരിക്കാൻ നൊന്തില്ലെന്നേ പറയൂ. അമ്മ ഇങ്ങോട്ട് വന്നേ. ഞാൻ വന്നോളാം. നീ എന്നെ അങ്ങനെ രോഗിയൊന്നും ആക്കണ്ട.
ദത്തേട്ടാ? ഒന്നുമില്ല. കഴിക്കണ്ടേ? ഞാൻ വന്നോളാം, നീ ചെല്ലേ. ഹലോ സാർ. സാർ, അപ്പൊ നാളെ മുതല് ആദ്യം രക്ഷപ്പെടുമല്ലേ? എന്റെ രക്ഷപ്പെടലൊക്കെ അവിടെ നിൽക്കട്ടെ. എങ്ങനെ സേഫായിട്ട് ഹൈ റേഞ്ചിൽ എത്തുമെന്ന് മാത്രം ഇപ്പോൾ ആലോചിച്ചാൽ മതി. സെബാൻ പറഞ്ഞ സത്യമല്ലേ? ലൂയിസ് അങ്കിൾ വളരെ നല്ല മനുഷ്യനല്ലേ? അങ്കിളും അങ്കിളിന്റെ ഫ്രണ്ട് നമ്പടിയും നല്ല മനുഷ്യരാണ്. തനിക്കവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മുടെ എല്ലാ കാര്യങ്ങളും ആദ്യം അവരോട് തുറന്നു പറഞ്ഞിട്ടില്ലേ? അവർക്ക് നമ്മൾ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ നാളെ തന്നെ പുറപ്പെടാല്ലേ? നാളെയല്ല, കഴിയുമെങ്കിൽ ഇന്ന് രാത്രി തന്നെ. അയ്യോ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലേ. ഈ ചിരിച്ചിരി ഞാൻ ചാഹു അച്ചായ. അതെ അച്ചായ, എന്റെ അച്ചായ, എന്നാലും ആ പൊട്ടൻ നമ്മളെ വിശ്വസിച്ച് കളഞ്ഞല്ല. മണ്ട് ലോകമുണ്ട്. അച്ചായ വിശുദ്ധ പുണ്യാളത്തിനാണെന്ന്. ഇവൻ ഏത് ഗോത്താഴത്തുകാരനാണോ? മതിയടോ, നിർത്ത്. അന്വേഷണ കമ്മീഷനായി അങ്ങനെ ഒരു പൊട്ടൻ തന്നെ വന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ പണി കുറഞ്ഞു കിട്ടി. ഇവൻ ചെന്ന് അവളെ പറഞ്ഞ് സൈസാക്കി നൈസായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നോളൂ. അമ്പടി കളി, പഞ്ചാര കട്ടി. നിന്നെ കണ്ടിട്ടേ നമ്മുടെ ഞങ്ങൾ അങ്ങോട്ട് സഹിക്കുന്നില്ല. ഇത്രയും പെട്ടെന്ന് നീ ഇങ്ങോട്ട് വരണേ. ഈ മരം കോച്ചുന്ന തണുപ്പില് നിനക്കൊപ്പം ഡ്യൂറ്റ് പാടി പറന്ന് നടക്കാൻ നമ്പടിയെങ്കിലും കൊതിയായടി. നമ്പടിയേ അങ്ങനെ വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ കാണാൻ വരട്ടെ. എന്നാ പറ്റി? അവളെ കൊണ്ടുവരുന്നത് എന്നായാലും അവനായിരിക്കുമല്ലോ. അപ്പോ പിന്നെ അവനും അവളുടെ കൂടെ ഇവിടെ കാണത്തില്ലയോ? അത് നേരാണല്ലോ ചായ. അപ്പോ ഈ ചെക്കനൊരു ബാധ്യത ആവും അല്ലേ ചായ? ആവരുത്. അവനെ ഒഴിവാക്കി വിടാൻ എന്നതാ പരിപാടി എന്ന് ആലോചിക്കണം. അതിന് ആദ്യം അവള് നമ്മളെ വിശ്വാസത്തിലെടുക്കണം. ഇപ്പോ അവൻ നമ്മളെ വിശ്വസിച്ചില്ലേ, അതുപോലെ നാളെ അവളും നമ്മളെ വിശ്വസിക്കണം. ലൂയിസ് അങ്കിളും നമ്പടിയെങ്കിലും പറഞ്ഞ എന്നാത്തിനാന്ന് തിരിച്ചു ചോദിക്കാതെ പരുന്തുംപാറ ടോപ്പിന്ന് അവള് കണ്ണ് കുറച്ചങ്ങ് താഴോട്ട് ചാടണം. ആ പരുവത്തില് നമ്മളവളെ വളച്ചൊടിച്ച് നമ്മുടെ കയ്യിലാക്കണം. നമ്പടിയെ നമുക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ അവളെ എങ്ങും പോകത്തില്ല നമ്പടി. പിന്നെ ഇത് കേട്ടാ തോന്നും നമുക്ക് വിധിച്ചത് മാത്രമായി ഇത്രയും കാലം നമ്മൾ കൊയ്തെന്ന്. പോയച്ചാ തമാശ പറയാ. അപ്പൊ നാളെ കാലത്ത് ഈ മാലകക്കുട്ടി ഇവിടെ ഈ ഹൈ റേഞ്ചിന്റെ കുളിരിൽ ഒരു സ്വപ്നം പോലെ ഇങ്ങ് അവതരിക്കുമായിരിക്കും അല്ലേ? ആമേൻ. ആമേൻ.